+1 ബയോളജി. അതിൽ നമുക്ക് ആദ്യത്തെ യൂണിറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡ്. അതിൽ 4 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 ലിവിങ് വേൾഡ്, 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, 3 പ്ലാന്റ് കിങ്ഡം, 4 ആനിമൽ കിങ്ഡം. ഈ യൂണിറ്റ് പ്രധാനമായും ക്ലാസിഫിക്കേഷൻ അഥവാ വർഗീകരണം എന്ന വസ്തുതയെ ആസ്പദമാക്കിയാണ്. നമുക്കറിയാം +1 ബയോളജിയിൽ, അതേപോലെ +2 അത് തന്നെയാണ്. ബയോളജിയിൽ 2 പാർട്ടുണ്ട്. അത് പാർട്ട് എ ബോട്ടണി, പാർട്ട് ബി സുവോളജി. പാർട്ട് എ ബോട്ടണിയിൽ ആദ്യത്തെ 2 പാഠം, 1 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, 2 പ്ലാന്റ് കിങ്ഡം. ഇത് രണ്ടും. അതോടെ സുവോളജിയിൽ പാർട്ട് ബി സുവോളജിയിൽ ലിവിങ് വേൾഡ്, അനിമൽ കിങ്ഡം, ഈ 2 ചാപ്റ്റേഴ്സ്. മൊത്തം ഈ 4 ചാപ്റ്റേഴ്സും ക്ലാസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. അതിലാദ്യത്തെ പാഠം നമുക്ക് സുവോളജിയിലെ ആദ്യത്തെ പാഠമാണ് ലിവിങ് വേൾഡ്. ആ ലിവിങ് വേൾഡിലേക്ക് വരാം. ലിവിങ് വേൾഡ് എന്താണ്? ലിവിങ് വേൾഡ് ഈ പാഠം ഒരു ചെറിയ പാഠമാണ്. ഇതിൽ നിന്ന് നമുക്ക് പബ്ലിക് എക്സാമിന് 1 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിക്കുക. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഈ പാഠത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ട്. ആ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൽ 2019 ജൂലൈ ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്. അതിൽ സുവോളജി പാർട്ടിൽ ഒന്നാമത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യമാണ് നമ്മുടെ പാഠത്തിലുള്ളത്. ഡാഷ് ഈസ് എ ടാക്സോണമിക് എയ്ഡ് ബേസ്ഡ് ഓൺ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ജനറലി ഇൻ എ പെയർ കാൾഡ് കൗപ്ലെറ്റ്. ഇത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. അതേപോലെ മാർച്ച് 2019 സുവോളജിയിൽ ആദ്യത്തെ ചോദ്യം തന്നെ ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രപ്പോസ്ഡ് ബൈ. അതേപോലെ 2018 മാർച്ചിൽ ഒന്നാമത്തെ ചോദ്യമുണ്ട്. റീഅറേഞ്ച് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ ദ കറക്റ്റ് സീക്വൻസ്: കിങ്ഡം, ക്ലാസ്, ഫൈലം, ജീനസ്, ഫാമിലി, ഓർഡർ, സ്പീഷീസ്. ഇതിൽ തന്നെ 2018 ജൂലൈ ഇംപ്രൂവ്മെൻ്റ് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അതിലും ഇതേപോലെ തന്നെ ആദ്യത്തെ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് തന്നെ ചോദിച്ചിരിക്കുകയാണ്. വിച്ച് എമോങ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ കറക്റ്റ് സീക്വൻസ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സീക്വൻസ് നമ്മൾ മനസ്സിലാക്കുക. ഇനി അതേപോലെ 2017 മാർച്ച്, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ടാക്സോണമി ഹൈറാർക്കി. അപ്പോൾ 4 ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒന്നാമത്തെ പാഠത്തിലെ വസ്തുതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലിവിങ് വേൾഡ്, ഒന്നാമത്തെ പാഠത്തിലെ ലിവിങ് വേൾഡിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നാമത്തേത് വാട്ട് ഈസ് ലിവിങ് ആണ്. ജീവി അല്ലെങ്കിൽ ജീവൻ എന്താണ്? അത് നമ്മുടെ എക്സാമിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എങ്കിലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഒരു പക്ഷേ ചോദിക്കാം, ജീവനുള്ളവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ 4 പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് പ്രതിപാദിക്കുന്നത്. 1, ജീവനുള്ളവ വളരുന്നു, ഗ്രോത്ത്, വളർച്ച. 2 അല്ലെങ്കിൽ 2 റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനം. 3 മെറ്റബോളിസം അല്ലെങ്കിൽ ഉപാപചയം. 4 റെസ്പോൺസീവ്നെസ്, പ്രതികരണ സ്വഭാവം. ഇത് ജീവൻ്റെ സവിശേഷതകളാണ്. അതാണ് ആദ്യത്തേത്. പിന്നെ അടുത്തത് ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡാണ്. ഡൈവേഴ്സിറ്റി ഇൻ ദ ലിവിങ് വേൾഡിൽ ക്ലാസിഫിക്കേഷനാണ് പ്രതിപാദിക്കുക. ക്ലാസിഫിക്കേഷൻ, അതിൽ നോമൻക്ലേച്ചർ, ഐഡൻറ്റിഫിക്കേഷൻ, ബൈനോമിയൽ നോമൻക്ലേച്ചർ, പിന്നെ യൂണിവേഴ്സൽ റൂൾസ് ഓഫ് നോമൻക്ലേച്ചർ. നോമൻക്ലേച്ചറിൻ്റെ യൂണിവേഴ്സൽ റൂൾസ് അത് 4 ഉണ്ട്.
അത് കഴിഞ്ഞാൽ നമുക്ക് സിസ്റ്റമാറ്റിക്സ്, അത് കഴിഞ്ഞാൽ ടാക്സോണമി കാറ്റഗറീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വരുന്നതാണ് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഇനി അടുത്തത് ടാക്സോണമിക് എയ്ഡ്സ് ആണ്. അതിൽ ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ലിവിങ് വേൾഡിലെ 1 മാർക്കിനുള്ള ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളാണ്. ഇതിൽ നമുക്കറിയാം, ആദ്യത്തെ ഇതിനകത്ത് ചോദിച്ചത് നമുക്ക് അതിൻ്റെ ഓർഡർ അനുസരിച്ച് പറയാം. ബൈനോമിയൽ നോമൻക്ലേച്ചർ നമ്മൾ കണ്ടു. ബൈനോമിയൽ നോമൻക്ലേച്ചർ വാസ് പ്രപ്പോസ്ഡ് ബൈ. എന്താണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ? അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ പാഠം എന്ന് പറയുന്നത് ലിവിങ് വേൾഡ് എന്ന പാഠം എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് ക്ലാസിഫിക്കേഷനെയാണ് ഉദ്ദേശിക്കുക. എന്താണ് ഈ ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വർഗീകരണം. എന്താണ് ക്ലാസിഫിക്കേഷൻ? അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് ഇൻ ഗ്രൂപ്പ്സ് എന്നാണ്. ജീവജാലങ്ങളെ ക്രമീകരിക്കുക, സ്വഭാവ സവിശേഷതകളെ ആസ്പദമാക്കി ക്രമീകരിക്കുക, അതാണ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ പ്രതിപാദിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ഉണ്ട്. എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിസംസ്, അതാണ് ടാക്സോണമി. ടാക്സോണമി എന്ന ബ്രാഞ്ചിൽ തന്നെ അതിൻ്റെ അർത്ഥം അടങ്ങിയിട്ടുണ്ട്. ടാക്സോണമി ഇൻക്ലൂഡ്സ് ടാക്സിസ് ആൻഡ് നോമസ്. ഈ 2 വാക്കിൽ നിന്നാണ് ടാക്സോണമി ഉണ്ടായത്. ഒന്ന്, ടാക്സിസ് മീൻസ് അറേഞ്ച്മെൻറ്റ്. Nomus means law or a rule. You know the word meaning of taxonomy, the law of arrangement or rule of arrangement of organisms. ജീവജാലങ്ങളെ ക്രമീകരിക്കുന്ന ലാ അല്ലെങ്കിൽ റൂളാണ് ടാക്സോണമി. ഈ ടാക്സോണമിയുടെ ഫാദർ ഓഫ് ടാക്സോണമി, അതാണ് കോൾ ലിന്നേയസ്. എന്തുകൊണ്ടാണ് കോൾ ലിന്നേയസിനെ ഫാദർ ഓഫ് ടാക്സോണമി എന്ന് വിളിക്കുക? ബിക്കോസ് he discovered so many classifications in taxonomy. കോൾ ലിന്നേയസ് ധാരാളം ക്ലാസിഫിക്കേഷൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കുറേ കോൾ ലിന്നേയസ് മാത്രമല്ല, മറ്റ് പല സയൻറ്റിസ്റ്റുകളുണ്ട്. എംഗ്ലറുണ്ട്, പ്രാണ്ടലുണ്ട്, ഹച്ചിൻസനുണ്ട്, തിയോഫ്രാസ്റ്റസ് ഉണ്ട്. ഫാദർ ഓഫ് ബോട്ടണി തിയോഫ്രാസ്റ്റസ് ആണ്. അങ്ങനെ ഒരുപാട് സയൻറ്റിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ എല്ലാ ശാസ്ത്രജ്ഞന്മാരും ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത് കോൾ ലിന്നേയസ് ആണ്. അതുകൊണ്ട് കോൾ ലിന്നേയസ് ഈസ് കൺസിഡേർഡ് ആസ് എ ഫാദർ ഓഫ് ടാക്സോണമി. ഈ ടാക്സോണമിയിൽ തന്നെയാണ് കോൾ ലിന്നേയസ് മറ്റ് പല കണ്ടുപിടുത്തങ്ങളും നടത്തിയിട്ടുള്ളത്. അതിലൊന്നാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ശരിക്കും ടാക്സോണമി എന്ന് പറഞ്ഞാൽ അതിനകത്ത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ഐഡൻറ്റിഫിക്കേഷൻ. ഒരു ജീവിയെ നമ്മൾ കണ്ടാൽ ആദ്യം നമ്മൾ അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ. 2, നോമൻക്ലേച്ചർ. പേരിടൽ. 3ാമത് വരുന്നതാണ് ശരിക്കും ക്ലാസിഫിക്കേഷൻ.
അപ്പോൾ ടാക്സോണമിയിൽ ആദ്യത്തേത് ഐഡൻറ്റിഫിക്കേഷൻ, രണ്ടാമത്തേത് നോമൻക്ലേച്ചർ, മൂന്നാമത്തേത് ക്ലാസിഫിക്കേഷൻ. ഇതാണ് ടാക്സോണമി. ഇനി ഈ ടാക്സോണമി അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് ഇൻ ഗ്രൂപ്പ്സ്, ഈ ടാക്സോണമിയെ സഹായിക്കാനായി കുറേ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് എയ്ഡ്സ്. അത് നമ്മൾ പഠിക്കും. ടാക്സോണമിക് എയ്ഡ് അതിനകത്ത് വരുന്നതാണ് ഹെർബേറിയം, ബൊട്ടാണിക്കൽ ഗാർഡൻ, മ്യൂസിയം, സുവോളജിക്കൽ പാർക്ക്, ടാക്സോണമിക് കീ. ഇതെല്ലാം ടാക്സോണമിക് എയ്ഡ്സിൽ വരുന്നതാണ്. ഇനി ബൈനോമിയൽ നോമൻക്ലേച്ചർ. എന്താണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ബൈനോമിയൽ നോമൻക്ലേച്ചർ ആരാണ് പ്രപ്പോസ് ചെയ്തത്? എൻ്റെ ആൻസറാണ് ലിന്നേയസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എന്താണ് ഈ ബൈനോമിയൽ നോമൻക്ലേച്ചർ? ബൈനോമിയൽ നോമൻക്ലേച്ചർ മീൻസ് ബൈനോമിയൽ. ബൈ എന്ന് വെച്ചാൽ രണ്ടെന്നാണ്, നോമിയൽ എന്ന് വെച്ചാൽ നെയിം എന്നാണ്. ഇപ്പോൾ 2 നെയിംസ് എന്നാണ്, അല്ലെ ദ്വിനാമം. നോമൻക്ലേച്ചർ മീൻസ് പേരിടൽ. ബൈനോമിയൽ നോമൻക്ലേച്ചർ അനുസരിച്ച് ദ സയൻറ്റിഫിക് നെയിം ഓഫ് ആൻ ഓർഗാനിസം contain 2 words. Scientific name of an organism contain 2 words. First word is the genus name. Second word is the species name. അപ്പോൾ ജീനസ്, സ്പീഷീസ്. ഇതെന്താണ് നമ്മൾ ഒന്നുകൂടെ പഠിക്കും. ജീനസ്, സ്പീഷീസ്. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ അനുസരിച്ച് ഒരു ഓർഗാനിസത്തിൻ്റെ ശാസ്ത്രീയമായ പേരിന് 2 വാക്കുകൾ ഉണ്ടാകും. അതൊന്ന് ജീനസാണ്, മറ്റൊന്ന് സ്പീഷീസാണ്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇതാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഇത് കൊണ്ടുവന്നത് ലിന്നേയസാണ്. ഇനി മറ്റൊരു ചോദ്യം നമ്മൾ കാണുകയുണ്ടായി. റീഅറേഞ്ച് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ ദ കറക്റ്റ് സീക്വൻസ്. ഇതും ലിന്നേയസ് കണ്ടെത്തിയ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ്. ആ ക്ലാസിഫിക്കേഷനാണ് ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എന്താണ് ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ? ഇതും കൊണ്ടുവന്നത് ആരാണ്? ലിന്നേയസ്. എന്താണ് ഹൈറാർക്കി? ഹൈറാർക്കിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ കാറ്റഗറി അഥവാ ടാക്സോൺ അഥവാ ഗ്രൂപ്പ്. ഇതാണ് ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ. ഇനി ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷനിൽ ഒരു ജീവിക്ക് അല്ലെങ്കിൽ ഒരു ജീവിയെ തരംതിരിക്കുന്നത് 7 കാറ്റഗറീസ് ആയിട്ടാണ്, അല്ലെങ്കിൽ 7 ഹൈറാർക്കീസാണ്. ആ 7 കാറ്റഗറീസ് ഏതൊക്കെയാണ്? ഒന്ന് സ്പീഷീസ്. ഒന്നാമത്തെ ഹൈറാർക്കിയാണ് സ്പീഷീസ്. 1 സ്പീഷീസ്. 2 ജീനസ്. 3 ഫാമിലി. 4 ഓർഡർ. 5 ക്ലാസ്. 6 ഫൈലം ഓർ ഡിവിഷൻ. 7 കിങ്ഡം. അപ്പോൾ ഇതാണ് ടാക്സോണമിക് ഹൈറാർക്കീസ് അല്ലെങ്കിൽ ടാക്സോണമിക് കാറ്റഗറീസ്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. ഇപ്പോൾ ഇവിടെ 2 കാറ്റഗറി വന്നത്. ഫൈലം എന്ന് പറഞ്ഞാൽ അത് ഫൈലം ഫോർ ആനിമൽസ്, ഡിവിഷൻ ഫോർ പ്ലാന്റ്സ്, അങ്ങനെയാണ്. അപ്പോൾ ഈ വർഗീകരണത്തെയാണ് എന്ത് വിളിക്കേണ്ടത്? ഹൈറാർക്കിയൽ ക്ലാസിഫിക്കേഷൻ. ഇതാരാണ് പ്രപ്പോസ് ചെയ്തത്? ലിന്നേയസ് തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ ടെസ്റ്റിൽ തന്നെയുണ്ട്. ഹൈറാർക്കിയൽ അല്ല, ടാക്സോണമിക് കാറ്റഗറി ഷോയിങ് ഹൈറാർക്കിയൽ അറേഞ്ച്മെൻറ്റ് ഇൻ ദ അസെൻഡിങ് ഓർഡർ. അതാണ് നമ്മുടെ ചോദ്യത്തിനകത്ത്
ശ്രദ്ധിക്കുക. റീഅറേഞ്ച് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ ദ കറക്റ്റ് സീക്വൻസ്. ഇപ്പോൾ സ്പീഷീസ്, അത് കഴിഞ്ഞാൽ ഇവിടെ ഓർഡറാണ്. ഇവിടെ വരേണ്ടത് ഏതാണ്? ജീനസ്. ജീനസ് കഴിഞ്ഞാൽ ഫാമിലി, ഫാമിലി കഴിഞ്ഞാൽ ഓർഡർ, ഓർഡർ കഴിഞ്ഞാൽ ക്ലാസ്, ക്ലാസ് കഴിഞ്ഞാൽ ഫൈലം, ഫൈലം കഴിഞ്ഞാൽ കിങ്ഡം. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്യണം, 1 മാർക്കാണ്. അതേപോലെ ഇതിനകത്താണ് വിച്ച് എമോങ് ദ ഫോളോയിങ് റെപ്രസെൻറ്റ് കറക്റ്റ് സീക്വൻസ്. അപ്പോൾ ഇതിൽ കറക്റ്റ് സീക്വൻസ് ഏതാ? കിങ്ഡം അല്ലെങ്കിൽ സ്പീഷീസ്, ജീനസ്, അത് കറക്റ്റാണ്. പക്ഷേ ഇവിടെ ഓർഡർ ഇത് തെറ്റാണ്. പിന്നെ ജീനസ് ഇത് തെറ്റാണ്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. അപ്പോൾ ഇത് ശരിയാണ്, ഇതാണ് ശരി. ഈ ചോദ്യത്തിൽ അത് തന്നെയാണ്. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ്, കിങ്ഡം, ഫൈലം. സ്പീഷീസ്, ഫാമിലി, ജീനസ് തെറ്റാണ്. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ക്ലാസ്, ഓർഡർ. ഇവിടെ ക്ലാസ് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ക്ലാസ് ഇത് തെറ്റാണ്. ഇത് സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ് ഇത് ശരിയാണ്. അപ്പോൾ നമ്മൾ ആവർത്തിച്ച് കണ്ടത് 3 ചോദ്യങ്ങളും 3 വർഷത്തെ ചോദ്യത്തിലും ഇത് ടാക്സോണമിക് കാറ്റഗറീസ് ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചർ, പിന്നെ ടാക്സോണമിക് എയ്ഡ്സ്. ഇനി 20-ാമത്തെ ഏപ്രിൽ മാർച്ച് ക്വസ്റ്റ്യൻ 2020 മാർച്ച് ഏപ്രിൽ 2020 മാർച്ച് ഏപ്രിൽ ചോദിച്ച ചോദ്യം 5-ാമത്തെ ചോദ്യമായിരുന്നു. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ആൻസർ ഏതാണ്? സ്പീഷീസാണ്. അപ്പോൾ എന്താണ് സ്പീഷീസ് എന്ന് നമുക്ക് നോക്കാം. ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ജീവജാലങ്ങളെ 7 കാറ്റഗറീസ് ഏതൊക്കെയാണ്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം, അങ്ങനെ തരംതിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ടാക്സോൺ എന്ന് പറഞ്ഞാൽ ഏതാണ്? അല്ലെങ്കിൽ ലോവസ്റ്റ് കാറ്റഗറി ഏതാണ്? സ്പീഷീസാണ്. അപ്പോൾ ലോവസ്റ്റ് കാറ്റഗറി സ്പീഷീസ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. അപ്പോൾ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഏത്? സ്പീഷീസ്. അത് കഴിഞ്ഞാൽ ജീനസ്, അത് കഴിഞ്ഞാൽ ഫാമിലി, അത് കഴിഞ്ഞാൽ ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. അപ്പോൾ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ അത് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസംസ്. നമുക്ക് സ്പീഷീസിനെ നമുക്കിങ്ങനെ നിർവചിക്കാം. ഗ്രൂപ്പ് ഓഫ് ക്ലോസ്ലി റിലേറ്റഡ് ഓർഗാനിസംസ്. വളരെ സാമ്യതയോട് കൂടിയ ഒരു കൂട്ടം ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് സ്പീഷീസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഒരു 3-4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിലിത് മാത്രമേ ഉള്ളൂ. ടാക്സോണമിക് ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അത് കീ ആണ്. ഇനി ബൈനോമിയൽ നോമൻക്ലേച്ചർ അത് നമ്മൾ പറഞ്ഞു. പിന്നെ ഹൈറാർക്കിയാണ്. നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്ത പോസ്റ്റിലായിട്ട് ഞാൻ ഇതിൻ്റെ ഒരു ക്ലാസ് കൂടെ ഞാൻ ഇടുന്നതാണ്. അതിൽ നമുക്ക് കുറേ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നിന്ന് 1 മാർക്കാണ് എങ്കിൽ തന്നെയും ഇതിൽ നിന്നും എൻട്രൻസിന് വളരെ വാസ്റ്റായിട്ട് ചോദ്യങ്ങളുണ്ടാകും. അപ്പോൾ എൻട്രൻസിൻ്റെ ഒരു വീഡിയോ ഞാൻ തൊട്ടടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതും ഒരു ക്ലാസ്സും കൂടെ ആകുമ്പോൾ നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ലിവിങ് വേൾഡ് പൂർണ്ണമാക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പാഠത്തിലേക്ക് കിടക്കാവുന്നതാണ്.